സോഷ്യൽ മീഡിയയും ഫുഡ് ബ്ലോഗർമാരുമെല്ലാം സജീവമായ ഈ കാലത്ത് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം ട്രെൻഡായി മാറുന്നത് അത്ഭുതമല്ല. ഒരു വീഡിയോ വൈറലായാൽ മതി, മണിക്കൂറുകൾക്കുള്ളിൽ കടകളുടെ മുന്നിൽ ജനസാഗരം ഇരച്ചെത്തും. ഇഷ്ടവിഭവങ്ങൾക്കായി കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിരകളും ചിലപ്പോൾ അവ സ്വന്തമാക്കാൻ വേണ്ടി നടക്കുന്ന ചെറിയ അടിപിടികളും റീൽസുകളിലും മറ്റുമായി നമ്മൾ കാണാറുമുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ സോഷ്യൽ മീഡിയ ഹൈപ്പുകൾ പിറവി കൊള്ളുന്നതിന് മുന്നേ ഇതിലും വലിയ ഓളം സൃഷ്ടിച്ച് വിപണി കീഴടക്കിയ ഒരു ബ്രാൻഡിൻ്റെ കഥയാണിത്. ഒരു സാധാരണ ഫാസ്റ്റ് ഫുഡ് കട. അവർ എവിടെ പുതിയ ബ്രാഞ്ചുകൾ തുറന്നാലും ജനം തടിച്ചുകൂടുകയും ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് പോലും ഇടപെടേണ്ടി വരികയും ചെയ്യുന്ന കാഴ്ച. അതെ, ഒരു രാജ്യവും അവിടുത്തെ ജനതയും ഒരേപോലെ മസ്റ്റ് ട്രൈ എന്ന ലേബൽ നൽകിയ ബ്രാൻഡ്, സൗദിയുടെ സ്വന്തം അൽബൈക്ക്. 1974 ജിദ്ദയിലെ ഒരു ചെറിയ കടമുറിയിൽ നിന്ന് തുടങ്ങിയ അൽബൈക്ക് ഇന്ന് 150-ലധികം ശാഖകളുമായി സൗദിയുടെ മുക്കിലും മൂലയിലും തങ്ങളുടെ രുചിപ്പെരുമ എത്തിച്ചിട്ടുണ്ട്. ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഒരു ജനതയുടെ ഹരമായി മാറിയത്? എന്ത് മാന്ത്രികതയാണ് ചുവപ്പും വെള്ളയും നിറഞ്ഞ ബോക്സുകൾക്കകത്ത് അവർ ഒളിപ്പിച്ചു വെച്ചത്? സ്വാഗതം ബ്രാൻഡഡിലേക്ക്. ഫലസ്തീനിലെ റാംലയിൽ ജനിച്ച ഷക്കൂർ അബു ഗസാല എന്ന മനുഷ്യനിലാണ് അൽബൈക്കിന്റെ കഥ ആരംഭിക്കുന്നത്. ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ 1948 നഖ്ബ ഫലസ്തീനി ജനതയുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവേൽപ്പിച്ച ആ മഹാദുരന്തം ഷക്കൂറിന്റെ ജീവിതവും മാറ്റിമറിച്ചു. കേവലം 20 വയസ്സുകാരനായ ആ യുവാവിനെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ചു. 7.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടും നാടും നഷ്ടപ്പെട്ട ആ ഭീകരമായ കാലത്ത് ഷക്കൂർ സൗദി അറേബ്യയിലാണ് അഭയം തേടിയെത്തുന്നത്. അവിടെ അരാംകോയിൽ ഒരു സാധാരണ തൊഴിലാളിയായി അദ്ദേഹം ജീവിതം തുടങ്ങി. പുതിയൊരു രാജ്യത്ത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം വിയർപ്പൊഴുക്കിയത് 15 വർഷമാണ്. ആ കഠിനാധ്വാനം അദ്ദേഹത്തിന് സൗദി പൗരത്വവും നേടിക്കൊടുത്തു. എന്നാൽ ഷക്കൂറിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തിന് മികച്ച ജീവിതം നൽകാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ആ ആഗ്രഹം അദ്ദേഹത്തെ 1963 ചെന്നെത്തിച്ചത് ലെബനനിലേക്കാണ്. അവിടെ പല ബിസിനസ് സംരംഭങ്ങളിലും അദ്ദേഹം കൈവച്ചു. ജീവിതം പതിയെ മെച്ചപ്പെടുന്നു, സമ്പാദ്യം കൂടുന്നു, സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കുന്നു എന്ന് വിശ്വസിച്ച നിമിഷം വിധി വീണ്ടും അദ്ദേഹത്തെ ക്രൂരമായി തന്നെ പരീക്ഷിച്ചു. 1965 തൻ്റെ സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചിരുന്ന ബാങ്ക് തകരുകയും കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുകയും ചെയ്തു. സങ്കല്പിക്കാൻ കഴിയുമോ? എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ആരായാലും ഒന്ന് തളർന്നു പോകും. പക്ഷേ അയാൾ തോൽക്കാൻ ഒരുക്കമായിരുന്നില്ല. പ്രതിസന്ധികളിൽ തണലേകിയ സൗദിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അയാൾക്ക് ആവശ്യം. ഒടുവിൽ അതും കണ്ടെത്തി. രാജ്യത്ത് നല്ല ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളില്ല. അധികം ആരുടെയും മനസ്സിൽ വരാത്ത ഒരു ബിസിനസ് സാധ്യത അദ്ദേഹം അവിടെ കണ്ടു. ഭാര്യയുടെ പൂർണ്ണ പിന്തുണയോടെ 1974 ജീവിതത്തിൽ ശേഷിച്ച സമ്പാദ്യവും മുടക്കി ഒരു ഫ്രഞ്ച് കമ്പനിയുമായി കൈകോർത്തു. അവരുടെ പ്രത്യേക മസാലക്കൂട്ടുകൾക്കും ഉപകരണങ്ങൾക്കുമായി കരാറിലെത്തി. അങ്ങനെയാണ് ജിദ്ദയിലെ ഒരു പഴയ വെയർഹൗസ് രാജ്യത്തെ ആദ്യത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ റെസ്റ്റോറൻ്റായി രൂപാന്തരപ്പെടുന്നത്. അൽബൈക്ക് എന്ന സ്വപ്നത്തിൻ്റെ ആദ്യത്തെ ചിറകുവിടർത്തൽ. വിജയത്തിലേക്ക് ഒരു ചുവട് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. 1976 രണ്ടാമത്തെ കട തുറന്ന് കേവലം 2 വർഷത്തിന് ശേഷം 48-ാം വയസ്സിൽ ഷക്കൂർ അബു ഗസാല മരണപ്പെട്ടു. വിധി അവർക്ക് മുന്നിൽ വീണ്ടും ക്രൂരമായി അവതരിച്ചു. കലുഷിതമായ സാഹചര്യത്തിൽ ഷക്കൂറിൻ്റെ 2 മക്കളായ ഈസാനും റാമിയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ ചോദ്യത്തിന് മുന്നിലെത്തിപ്പെട്ടു. സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണോ, അതോ പിതാവ് തുടങ്ങിയ ഈ സംരംഭം തകർച്ചയുടെ വക്കിൽ നിന്ന് ഏറ്റെടുത്ത് സംരക്ഷിക്കണോ? കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഈസാന് ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ കളിക്കാരനാകാനുള്ള മികച്ച അവസരമുണ്ടായിരുന്നു. റാമിയാകട്ടെ അമേരിക്കയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയും. ശോഭനമായ 2 ഭാവികൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി നിർത്തി പിതാവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവർ രണ്ടും ജിദ്ദയിലേക്ക് തിരികെ എത്തി. 22ഉം 20ഉം വയസ്സുള്ള ആ യുവാക്കൾക്ക് ആ ബിസിനസ് ചെറിയ വെല്ലുവിളിയായിരുന്നില്ല. ബിസിനസിൻ്റെ ഏജൻസി അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. കൂടാതെ $1.8 മില്യൺ ബാങ്ക് കടവും. കടം വീട്ടാൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആസ്തികൾ ഓരോന്നായി വിൽക്കേണ്ടി വന്നു. എന്നാൽ തളരാൻ അവരും തയ്യാറായിരുന്നില്ല. ഈസാൻ ഒരു കപ്പിത്താനെ പോലെ ബിസിനസിന്റെ ചുക്കാൻ പിടിച്ചു. റാമി ആകട്ടെ പാചകം മുതൽ ഭക്ഷണം വിളമ്പുന്നതടക്കം കട വൃത്തിയാക്കുന്നത് വരെ ഒരു സാധാരണ തൊഴിലാളിയെ പോലെ എല്ലാ ജോലികളും ചെയ്തു. എന്നാൽ ഒരു സാധാരണ കടയായി തുടർന്നാൽ പോരാ എന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. 80കളുടെ തുടക്കത്തിൽ ജിദ്ദയിൽ 400ഓളം ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ രംഗപ്രവേശനം ചെയ്തു. അതൊരു വലിയ മത്സരക്കളമായി മാറി. അതിലേറെ അവരുടെ ബ്രാൻഡിൻ്റെ പേരും മെനുവും അനുകരിച്ച് കടകൾ വ്യാപകമായി. ഇത് അൽബൈക്കിന് വലിയ ഭീഷണിയായിരുന്നു. എന്നാൽ തങ്ങളുടെ ഉൽപ്പന്നം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സ്വപ്നവുമായി ഈസാൻ പാരീസിലേക്ക് പറന്നു. അവിടെ ഫുഡ് ടെക്നോളജി ആഴത്തിൽ പഠിച്ചെടുത്തു.
1984 ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ 18 രഹസ്യ മസാലക്കൂട്ടുകൾ ചേർത്ത അൽബേക്കിന്റെ ഇന്നും രഹസ്യമായ ആ മാന്ത്രിക പാചകക്കുറിപ്പ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ബിസിനസ് പതിയെ തിരിച്ചുവരവിന്റെ പാതയിലായി. നഷ്ടങ്ങൾ നികത്താനും പിന്നീട് ലാഭം കൊയ്യാനും തുടങ്ങി. 1986 അവർ റെസ്റ്റോറൻറ്റിന് പുതിയ പേര് നൽകി, അൽബേക്ക്. ടർക്കിഷ് ഭാഷയിൽ ഇതിനർത്ഥം പ്രധാനപ്പെട്ട ഒന്ന് എന്നാണ്. അതെ, അൽബേക്ക് സൗദി അറേബ്യയുടെ ഹൃദയത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയായിരുന്നു. അൽബേക്കിന്റെ വളർച്ച അവിടെ നിന്നില്ല. 2 വർഷത്തിന് ശേഷം ഹജ്ജ് സീസണിൽ മിനയിൽ അൽബേക്ക് സീസണൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി. ഇതുവഴി ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഭക്ഷണം എത്തിക്കാൻ അൽബേക്കിന് സാധിച്ചു. ഈ സീസണൽ റെസ്റ്റോറൻറ്റുകളിലൊന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റുകളിലൊന്നായി മാറി. പിന്നീട് മദീനയിലും അൽബേക്ക് തുറന്നു. എല്ലാവരുടെയും മനവും വയറും ഒരുപോലെ നിറച്ച് അൽബേക്ക് അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. റിയാദിൽ അൽബേക്ക് ഇല്ലാതിരുന്ന കാലത്ത് 9 മണിക്കൂർ യാത്ര ചെയ്ത് ജിദ്ദയിൽ നിന്ന് കാറിന്റെ ഡിക്കി നിറയെ ചിക്കനുമായി വരുന്ന ഡ്രൈവർമാരുടെ കാഴ്ചകളും അന്ന് കാണാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അൽബേക്ക് സൗദിയിലൊരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. അൽബേക്ക് ഒരു കാലത്ത് സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൗദിക്കുള്ളിൽ തന്നെ റിയാദിലും കിഴക്കൻ പ്രവിശ്യകളിലും പുതിയ ശാഖകൾ തുറന്നപ്പോൾ അത് ആഘോഷമാക്കി മാറ്റാൻ വൻ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. കൂടാതെ 2020 ബഹ്റൈനിലും 2021 ദുബൈയിലും 2022 ലോകകപ്പിന് മൊബൈൽ റെസ്റ്റോറൻറ്റുകളുമായി ഖത്തറിലും ഈ വർഷം ആദ്യത്തിൽ കുവൈത്തിലുമായി അൽബേക്ക് തങ്ങളുടെ സാന്നിധ്യം ആഗോളതലത്തിൽ തന്നെ അറിയിച്ചു. ഗൾഫ് നാടിനപ്പുറം പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാനുള്ള പദ്ധതികൾ അൽബേക്ക് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അൽബേക്ക് എന്ന പേര് ഇങ്ങ് കേരളക്കരയിലും സുപരിചിതമാണ്. പ്രവാസി മലയാളികളിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആ രുചിപ്പെരുമ നമ്മുടെ നാട്ടിലും എത്തിയിട്ടുണ്ട്. സന്ദർശനത്തിനും തീർത്ഥാടനത്തിനുമെല്ലാം സൗദിയിൽ ആദ്യമായി എത്തുന്ന ഏതൊരു മലയാളിയുടെയും ബക്കറ്റ് ലിസ്റ്റിലെ ആദ്യത്തെ പേരുകളിലൊന്നാണത്. കൂടാതെ അതേ പേരിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന അനുകരണങ്ങൾ ആ ബ്രാൻഡിൻ്റെ രുചിപ്പെരുമയുടെയും വിശ്വാസ്യതയുടെയും അടയാളപ്പെടുത്തലുകളുമാണ്. ഫുഡ് ബിസിനസ് എന്നതിനപ്പുറം സ്ഥാപകൻ ഷക്കൂർ അബു ഗസാല തുടങ്ങിയ ഒരു സേവന പാരമ്പര്യം അൽബേക്ക് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിൽക്കുന്ന ഓരോ ഭക്ഷണത്തിൽ നിന്നും ഒരു തുക ചാരിറ്റിക്ക് സംഭാവന ചെയ്യും. കൂടാതെ കോവിഡ് മഹാമാരി ലോകത്തെ ഗ്രസിച്ചപ്പോൾ സൗദിയിൽ പ്രതിദിനം 10,000 ഭക്ഷണപ്പൊതികൾ അൽബേക്ക് സൗജന്യമായി നൽകി. ലാഭത്തിനപ്പുറം മനുഷ്യന്റെ വേദനകൾക്ക് ചെവി കൊടുക്കുന്ന, സമൂഹത്തിന് താങ്ങും തണലുമാകുന്ന ഒരു സ്ഥാപനമായി അൽബേക്ക് മാറി. ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡിലെ പല ഭീമന്മാരെയും പോലെ വളരുന്ന പ്രശസ്തിയും ഫാൻ ബേസും അൽബേക്കിനെ ഇന്ത്യ അടക്കമുള്ള മറ്റു മാർക്കറ്റുകളിലേക്ക് എത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.